കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ജോലി കിട്ടാനായിട്ട് ഒരു വഴിപാട് ചെയ്യാമെന്നുള്ളതിനെ പറ്റി. അതിനെപ്പറ്റി ഇന്ന് ഒരു ഭക്ത കമൻറ്റിലിട്ടിരുന്നു, എന്താണ് അഹസ് എന്ന വഴിപാട്, അഹസ് വഴിപാട് നെ പറ്റി കൂടുതലൊരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അവരുടെ ആ റിക്വസ്റ്റ് കണക്കിലെടുത്ത് ഞാൻ ഇന്ന് വീഡിയോ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആവശ്യപ്പെട്ടതിന് അവർക്ക് നന്ദി. പിന്നെ ഞാൻ പറയാൻ പോകുന്നതിൽ ഇതിലും കൂടുതൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു വഴിപാടാണ്, ഫലം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വഴിപാടിനെ പറ്റി ഷെയർ ചെയ്തത്. ഈ വഴിപാട് ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സർവ്വ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ നമ്മൾ അഭീഷ്ടകാര്യ സിദ്ധിക്ക്, നമ്മളൊരു കാര്യം വിചാരിച്ച് നടക്കുന്നതിന് ഒക്കെ ചെയ്യാവുന്ന വഴിപാടാണ്. അതുപോലെ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും എല്ലാം ഈ വഴിപാട് ചെയ്യുന്നുണ്ട്. ഭഗവാന് ഗുരുവായൂരപ്പന് ഒരു ദിവസം ചെയ്യുന്ന പൂജകൾ, അതായത് നിവേദ്യങ്ങൾ, ആ നിവേദ്യങ്ങളെല്ലാം ആ പൂജകളിലും നിവേദ്യങ്ങളിലും നമ്മുടെ വക ഒരു സ്പോൺസർഷിപ്പ്, അതായത് ഭക്തൻ്റെ വക ഒരു വഴിപാടായിട്ട് അത് നടത്തുകയാണ്. അപ്പോൾ അന്നത്തെ ആ പൂജകൾ, ആ നിവേദ്യങ്ങളൊക്കെ ഈ അഹസ് വഴിപാട് ബുക്ക് ചെയ്യുന്ന ഭക്തൻ അതിൽ പങ്കാളിയാവാണ്. അപ്പോൾ അത് ഭക്തൻ്റെ വകയാണ്. അങ്ങനെയാണ്, അതായത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള എല്ലാ പൂജകൾക്കും നമ്മൾ പങ്കെടുക്കല്ല, നമ്മളുടെ പങ്കാളിത്തം അതിലുണ്ട്. അപ്പോൾ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം, അവിടെ പോയി തൊഴാം. പിന്നെ നമുക്ക് അന്ന് വൈകുന്നേരം ആകുമ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ പ്രസാദവും നമുക്ക് കിട്ടും. അതായത് അന്ന് നടത്തിയ നിവേദ്യങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രസാദവും ഭഗവാന്റെ നമുക്ക് ലഭിക്കും. ഇതാണ് അഹസ് വഴിപാടിൻ്റെ പ്രധാന പ്രത്യേകത. പിന്നെ നമ്മൾ ഉദയാസ്തമന പൂജയ്ക്കൊക്കെ വലിയ തുക കൊടുത്ത് ചെയ്യാൻ പലരുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം അഹസ് വഴിപാട് ചെയ്താൽ മതി എന്നാണ് പറയപ്പെടുന്നത്. അഹസ് വഴിപാടിന് 3000 രൂപയായിരുന്നു ഞാൻ നടത്തിയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വലിയ മാറ്റമൊന്നും വരാൻ വഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടിയിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരു വഴിപാടാണ്. അതായത് നമ്മൾ പോയി ചീട്ടാക്കി അപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വഴിപാടല്ല, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഞാൻ പോയിരുന്നപ്പോൾ 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ പിന്നീട് അത് തലേ ദിവസം 12 മണിക്ക് മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് അവിടെ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് അവിടെ ചേഞ്ചുകൾ, ഓരോ പൂജകളും ഓരോ കാര്യങ്ങളും, ഉത്സവം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ചേഞ്ച് വരുമല്ലോ. പിന്നെ ഓരോ അവസ്ഥകളനുസരിച്ച് വരുന്നതനുസരിച്ച് ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് അറിയണമെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് ഞാൻ പലർക്കും നിർദ്ദേശിച്ചിരുന്നു. അതായത് കുറേ പേര് തൊഴിലില്ലാതൊക്കെ ബുദ്ധിമുട്ടിയും അങ്ങനെയൊക്കെ വന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വഴിപാടൊന്ന് ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ബലം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കിത് പറയുന്നതിന് പ്രത്യേക സന്തോഷമുള്ളത്. അപ്പോൾ ഇത് ഒരു ഇഫക്റ്റീവായ വഴിപാടാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റ് വഴിയും നമുക്ക് അഹസ് വഴിപാട് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അത് വഴി ഒന്ന് ശ്രമിച്ച് നോക്കുക. അതാണെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് വേറെ അവിടേക്ക് വിളിച്ച് നോക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സൈറ്റിൽ അഹസ് വഴിപാടിന് പ്രത്യേക ഓപ്ഷനുണ്ട്. അപ്പോൾ അതുവഴി പ്രത്യേകിച്ച് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ട്
ഞാൻ ചെയ്തിരുന്നപ്പോൾ അതിന് പ്രത്യേക കൗണ്ടർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതായത് അവിടെ പോയി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ വെബ്സൈറ്റ് വഴി ശ്രമിച്ച് പറ്റാതാണെങ്കിൽ നേരിട്ട് പൊക്കോളൂ. ഒന്ന് വിളിച്ച് ചോദിച്ച് എന്നത്തേക്കാണെന്ന് വെച്ചാൽ അതിന് മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. പിന്നെ അവിടെ ചെന്ന് എന്തായാലും പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ അവിടെ ചെന്ന് അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത്രയാണ് അഹസ വഴിപാടിനെ പറ്റി എൻ്റെ അറിവ്. പിന്നെ വളരെ ഇഫക്റ്റീവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിന് ഈ ജോലി കിട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ബുദ്ധിമുട്ടുകൾ വേറെ രീതിയിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ ആയിട്ട് അഹസ വഴിപാട് പ്രത്യേകം ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. അത് അനുഭവത്തിലുള്ള കാരണമാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സബ്സ്ക്രൈബറെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എങ്ങനെയാണ് കൂടുതൽ അറിവ് ഇൻഫർമേഷൻ ഇവ ഉണ്ടെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ നൽകരുത്. പിന്നെ അറിവില്ലായ്മ ഒരു കുഴപ്പമുള്ളതല്ല. അറിവില്ലായ്മ കാരണം നമ്മൾ പലതും ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഞാൻ പറഞ്ഞതിൽ ചില തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഭഗവാന്റെ കഥകളൊക്കെ പറയുമ്പോഴും നമ്മളുണ്ടായിരുന്നില്ലാത്ത സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് കാണാത്ത കാര്യങ്ങളും പറഞ്ഞു കേട്ട കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇടാൻ മറക്കണ്ട. തെറ്റുണ്ടെങ്കിൽ തിരുത്താനും മറക്കണ്ട. അതൊന്നും ഒരു കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും അത്രയും വലിയ ഒരു മണ്ടത്തരമാണ് ഞാൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്തോളാം. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പോഴെല്ലാവർക്കും നന്ദി, നമസ്കാരം.